ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒഫ്താൽമിക് പ്രൊഡക്ട്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഒഫ്താൽമിക് കണ്ടെയ്നേഴ്സിനെ കുറിച്ചാണ്. ഒഫ്താൽമിക് പ്രൊഡക്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം അത് സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള കണ്ടെയ്നേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത് ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, മെറ്റൽ കണ്ടെയ്നേഴ്സ് മുതലായവയാണ്. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ പ്രീവിയസ്ലി സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് ചൂസ് ചെയ്യാറുള്ളത്. ഓട്ടോക്ലേവിംഗ് വഴി പ്രീവിയസ്ലി സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സിലോട്ടാണ് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. യൂഷ്വലി ടൈപ്പ് 1 ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് ചൂസ് ചെയ്യാറുള്ളത്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ പോളി എത്തിലീൻ കണ്ടെയ്നേഴ്സ് ആയിരിക്കും. അത് ഗാമ റേഡിയേഷൻസോ എത്തിലീൻ ഓക്സൈഡോ വെച്ചാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പോളി എത്തിലീൻ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഓട്ടോക്ലേവ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗാമ റേഡിയേഷൻ അല്ലെങ്കിൽ എത്തിലീൻ ഓക്സൈഡ് ആണ് എടുക്കുന്നത്. ഇനി മെറ്റൽ കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ അലുമിനിയം കണ്ടെയ്നേഴ്സിലാണ് ഓയിൻമെന്റ്സ് സ്റ്റോർ ചെയ്യാറുള്ളത്. ഇൻട്രാ ഓക്കുലർ സൊല്യൂഷൻസിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് എടുക്കാറുള്ളത്. മെറ്റൽ കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ അലുമിനിയം കണ്ടെയ്നേഴ്സ് ആണ് ഓയിൻമെന്റ് സ്റ്റോർ ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാറുള്ളത്. ഇൻട്രാ ഓക്കുലർ സൊല്യൂഷൻസിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് എടുക്കാറുള്ളത്. ഇൻട്രാ ഓക്കുലർ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ 250 ml 500 ml മുതലായ ലാർജ് വോളിയം സൊല്യൂഷൻസ് ആണ്. അപ്പൊ അത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് എടുക്കാറുള്ളത്. ഇൻട്രാ ഓക്കുലാർ ഒഫ്താൽമിക് പ്രൊഡക്ട്സ് ഇഞ്ചക്ഷൻ ആയിട്ടാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഗ്ലാസ് വയൽസ് വിത്ത് അപ്രോപ്രിയേറ്റ് സ്റ്റോപ്പേഴ്സ് ആണ് എടുക്കുക. ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് ക്യാപ് കളർ കോഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒഫ്താൽമിക് പ്രൊഡക്ട്സ് അത് ഏത് ഡ്രഗ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നേഴ്സിന്റെ ക്യാപ്പിന്റെ കളർ FDA കളർ കോഡിംഗ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാപ്പിന്റെ കളർ യെല്ലോ അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും. നോൺ സ്റ്റിറോയിഡ്സ് ആണെങ്കിൽ ഗ്രേ കളറ്, സ്റ്റിറോയിഡ്സ് ആണെങ്കിൽ പിങ്ക്, ആന്റി ഇൻഫെക്റ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ടാൻ കളർ ആയിരിക്കും. കാർബോണിക് എൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിന് ഓറഞ്ച് കളർ, പ്രോസ്റ്റഗ്ലാൻഡിൻസ് ആണെങ്കിൽ ടോർക്യോയ്സ്, മിഡ്രിയാറ്റിക്സ് ആണെങ്കിൽ റെഡ് കളർ, മയോട്ടിക്സ് ആണെങ്കിൽ ഗ്രീൻ കളർ. അപ്പോൾ FDA കളർ കോഡിംഗ് ആണ് ക്യാപ്പിന്റെ കളർ. ഒഫ്താൽമിക് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിന്റെ ക്യാപ്പിന്റെ കളറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇനി അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഐ ഡ്രോപ്പിനെ കുറിച്ചാണ്. ഐ ഡ്രോപ്പിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നതാണ്. കൺജങ്ക്റ്റൈവൽ സാക്കിലോട്ട് ഒരു ഡ്രോപ്പറിന്റെ ഹെൽപ്പോട് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെറൈൽ അക്വസ് അല്ലെങ്കിൽ ഓയിലി സൊല്യൂഷൻസോ സസ്പെൻഷൻസോ ആണ് ഐ ഡ്രോപ്പ് എന്ന് പറയുന്നത്. എവിടേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? കൺജങ്ക്റ്റൈവൽ സാക്കിലോട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡ്രോപ്പർ. ഇനി ഐ ഡ്രോപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 4 സ്റ്റെപ്സിലാണ് ഐ ഡ്രോപ്പിന്റെ പ്രിപ്പറേഷൻ പഠിക്കേണ്ടത്. Sterile aqueous or oily solutions or suspensions of drug for instilling into conjunctival sac with dropper. ഒരു ഡ്രോപ്പറിന്റെ ഹെൽപ്പോട് കൂടെ കൺജങ്ക്റ്റിവൽ സാക്കിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെറൈൽ അക്വസ് ഓയിലി സൊല്യൂഷൻസ് ഓർ സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡ്രഗ് ആണ് ഐ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഐ ഡ്രോപ്പിന്റെ പ്രിപ്പറേഷൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 4 സ്റ്റെപ്പാണുള്ളത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫംഗിസിഡൽ ആൻഡ് ബാക്ടീരിയസിഡൽ വെഹിക്കിൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ വെഹിക്കിളിലോട്ട് മെഡിക്കമെന്റും എക്സിപ്പിയന്റും ആഡ് ചെയ്യുക. അതിനുശേഷം ആ മെഡിക്കമെന്റ് ആൻഡ് എക്സിപ്പിയൻ ഡിസോൾവ് ചെയ്തതിന് ശേഷം ആ സാമ്പിൾ നമ്മൾ മൈക്രോപോറസ് മെംബ്രെയിൻ ഫിൽറ്റർ വഴി പാസ് ചെയ്യുക. 0.8 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന മൈക്രോപോറസ് പ്ലാസ്റ്റിക് മെംബ്രെയിനിലൂടെ ഈ ഒരു പ്രിപ്പറേഷൻ പാസ് ചെയ്യുക. അങ്ങനെ ആ സൊല്യൂഷൻ നമ്മൾ ക്ലാരിഫൈ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇത് ചെയ്യുന്നത്, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെറിലൈസ് ചെയ്യുകയാണ്. ഓട്ടോക്ലേവിംഗ് വഴി ആ പ്രിപ്പറേഷൻ സ്റ്റെറിലൈസ് ചെയ്യുക. ഇനി തെർമോലബൈൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മെംബ്രെയിൻ ഫിൽട്രേഷൻ വഴി തന്നെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയുമാണ് ഐ ഡ്രോപ്പിന്റെ പ്രിപ്പറേഷനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 4 സ്റ്റെപ്പാണ് വരുന്നത്. ഫംഗിസിഡൽ ബാക്ടീരിയസിഡൽ വെഹിക്കിൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം മെഡിക്കമെന്റും എക്സിപ്പിയന്റും ആദ്യത്തെ പ്രിപ്പറേഷനകത്തോട്ടേക്ക് ആഡ് ചെയ്തിട്ട് അത് അതിൽ ഡിസോൾവ് ചെയ്യുന്നു. ശേഷം ക്ലാരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. 0.8 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന മൈക്രോപോറസ് പ്ലാസ്റ്റിക് മെംബ്രെയിനിലൂടെ ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ പാസ് ചെയ്യുന്നു. സോ ക്ലാരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അത് സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഓട്ടോക്ലേവിംഗ് ആണ് സ്റ്റെറിലൈസേഷൻ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്.
ഇനി തെർമോലബൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മെംബ്രെയിൻ ഫിൽട്രേഷൻ തന്നെ ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ വളരെ സിമ്പിൾ ആണ് ഐ ഡ്രോപ്പിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓട്ടോക്ലേവിംഗ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 115°C ഫോർ 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സ് ആണെങ്കിൽ 115°C, 15 മിനിറ്റ്സ് ആണെങ്കിൽ 121°C. ഇനി ബാക്ടീരിയസൈഡ് ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 98 to 100°C ഫോർ 30 മിനിറ്റ്സ് ആണ് സ്റ്റെറിലൈസേഷൻ ആയിട്ട് ആവശ്യമായി വരിക. ഹീറ്റ് ലബൈൽ മെഡിക്കമെന്റ്സിനാണ് മെംബ്രെയിൻ ഫിൽട്രേഷൻ ഓപ്റ്റ് ചെയ്യാറുള്ളത്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മെംബ്രെയിൻ ഫിൽറ്ററിന്റെ പോർ സൈസ് 0.22 മുതൽ 0.45 മൈക്രോമീറ്റർ വരെയുള്ള സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 0.22 to 0.45 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിലാണ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് സ്റ്റെറിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് ഗ്യാസ് എഥിലിൻ ഓക്സൈഡ് ആണ് യൂസ് ചെയ്യാറുള്ളത്. എഥിലിൻ ഓക്സൈഡ് അല്ലെങ്കിൽ ഗാമ റേസ് യൂസ് ചെയ്താണ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് സ്റ്റെറിലൈസ് ചെയ്യാറുള്ളത്. ഐ ഡ്രോപ്പിനകത്ത് യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫിനാൽ മെർക്കുറിക് നൈട്രേറ്റ്, ഫിനാൽ മെർക്കുറിക് അസറ്റേറ്റ് 0.002%, ബെൻസാൽക്കോണിയം ക്ലോറൈഡ് 0.01%, ക്ലോർഹെക്സിഡിൻ അസറ്റേറ്റ് 0.01% മുതലായവയാണ്. ഐ ഡ്രോപ്സിനകത്ത് യൂസ് ചെയ്യാറുള്ള പ്രിസർവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫിനാൽ മെർക്കുറിക് നൈട്രേറ്റ്, ഫിനാൽ മെർക്കുറിക് അസറ്റേറ്റ് 0.002%, ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ആണെങ്കിൽ 0.01% വെയിറ്റ് പെർ വോളിയം, ക്ലോറഹെക്സിഡിൻ അസറ്റേറ്റ് ആണെങ്കിൽ 0.01% വെയിറ്റ് പെർ വോളിയം. അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സ് ഒക്കെയാണ് ഐ ഡ്രോപ്സിനകത്ത് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ഓയിൻമെന്റ് ആണ്. ഐ ഓയിൻമെന്റ് എന്ന് പറയുമ്പോൾ അസെപ്റ്റിക്കലി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെറൈൽ പ്രിപ്പറേഷൻ ആണ്. സ്റ്റെറൈൽ കൊളാപ്സിബിൾ ട്യൂബിനകത്താണ് ഐ ഓയിൻമെന്റ് പാക്ക് ചെയ്യുന്നത്. ഓയിൻമെന്റ് എന്ന് പറയുമ്പോൾ നോൺ ഇറിറ്റന്റ് ആയിരിക്കണം, അത് ബോഡി ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുന്നതായിരിക്കണം. ഐ ഓയിൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബേസ് എന്ന് പറയുമ്പോൾ യെല്ലോ സോഫ്റ്റ് പാരഫിൻ, ലിക്വിഡ് പാരഫിൻ, വൂൾഫാറ്റ് മുതലായവയൊക്കെയാണ്. സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ് ഐ ഡ്രോപ്പ് ചെയ്യുന്നത്? ഡ്രൈ ഹീറ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. 160°C 2 hours ആണ് ഹീറ്റ് ചെയ്യുന്നത്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ഐ ഓയിൻമെന്റിൽ യൂസ് ചെയ്യുന്നത്. ഇറിഗേറ്റിംഗ് സൊല്യൂഷനെ കുറിച്ചാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കുലർ സർജറിയുടെ സമയത്ത് നമ്മുടെ കണ്ണില് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കോർണിയയ്ക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതിനും സർജൻസിന് കണ്ണ് ക്ലിയർ ആയിട്ട് കാണുന്ന ആ ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇറിഗേറ്റിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാറുള്ളത്. ഇതൊരു ഫിസിയോളജിക്കൽ മീഡിയം ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതായത് ബ്ലഡ് റിമൂവ് ചെയ്യുന്നതിന്, സെല്ലുലാർ ഡെബ്രിസ് റിമൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ മീഡിയം ആയിട്ടും ഇറിഗേഷൻ സൊല്യൂഷൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇറിഗേറ്റിംഗ് സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. സർജിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സർജൻസിന് നമ്മുടെ കണ്ണ് ക്ലിയർ ആയിട്ട് കാണുന്നതിന്, കോർണിയ ക്ലിയർ ആയിട്ട് കാണുന്നതിന്, കണ്ണില് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇറിഗേറ്റിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാറുള്ളത്. കണ്ണില് ബ്ലഡ് റിമൂവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സെല്ലുലാർ ഡെബ്രിസ് റിമൂവ് ചെയ്യുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ മീഡിയം ആയിട്ടും ഇറിഗേറ്റിംഗ് സൊല്യൂഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ അക്വസ് ഇൻട്രാ ഓക്യുലർ ഫ്ലൂയിഡിനൊരു റീപ്ലേസ്മെന്റ് ആയിട്ടും ഇറിഗേറ്റിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a primary intraocular irrigating solution which includes key ionic components to maintain corneal endothelial integrity. Balanced salt solution എന്ന് പറയുന്നത് primary intraocular irrigating solution ആണ്. കോർണിയൽ എൻഡോതീലിയൽ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷനകത്തുണ്ട്. ഇൻട്രാ ഓക്കുലർ ഇൻജെക്ഷൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിലോട്ട് ഡയറക്റ്റ് ഇൻജെക്ട് ചെയ്യുന്ന പ്രിപ്പറേഷൻസ് ആണ് ഇൻട്രാ ഓക്കുലർ ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. മയോട്ടിക്സും വിസ്കോ ഇലാസ്റ്റിക് പ്രൊഡക്ട്സ് ഒക്കെയാണ് ഓക്കുലർ സർജറിയുടെ സമയത്ത് ഇങ്ങനെ കൊടുക്കാറുള്ളത്. മയോട്ടിക്സ് ആൻഡ് വിസ്കോ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള ഡ്രഗ്സ് ഓക്കുലർ സർജറിയുടെ സമയത്ത് ഇൻട്രാ ഓക്കുലർ ഇൻജെക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. സൈറ്റോമെഗാലോ വൈറസ് റെറ്റിനൈറ്റിസ് ട്രീറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ആന്റിവൈറൽ ഏജന്റ്സ് നമ്മൾ ഇൻട്രാ ഓക്കുലർ ഇൻജെക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. വിസ്കോ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള സൊല്യൂഷൻസ് ഇൻട്രാ ഓക്കുലർ ഇൻജെക്ഷൻ ആയിട്ടാണ് കണ്ണിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പൊ നമ്മുടെ കണ്ണിൽ അതൊരു മെക്കാനിക്കൽ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. സർജൻസിന് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മെക്കാനിക്കൽ ബാരിയർ ആയിട്ട് കുറച്ചുകൂടെ സ്പേസ് കിട്ടും ഈ ഒരു ഇൻട്രാ ഓക്കുലാർ ഇഞ്ചക്ഷൻസ് നമ്മുടെ കണ്ണിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഒഫ്താൽമിക് കണ്ടെയ്നേഴ്സിനെ കുറിച്ചും ഒഫ്താൽമിക് കണ്ടെയ്നേഴ്സിന്റെ ക്യാപ്പ് കളർ കോഡിംഗ് എങ്ങനെയാണ് വരുന്നത്, ഐ ഡ്രോപ്പ്, ഐ ഓയിൻമെന്റ്, ഇറിഗേറ്റിംഗ് സൊല്യൂഷൻ, ഇൻട്രാഓക്കുലാർ ഇഞ്ചക്ഷൻ മുതലായിട്ടുള്ള പ്രിപ്പറേഷൻസിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു.